ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു 1 2 3. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനിയാണ്. നമ്മളിന്ന് ഗ്രാനിയിൽ കാർ എസ്കേപ്പാണ് നടത്താൻ പോകുന്നത് ഗൈസ്. നമുക്കങ്ങനെ നേരെ ഗെയിം പ്ലേയിലേക്ക് പോകാം. ഗെയിം ലോഡിങ് ആവുകയാണ്. ഡേ 1 ആണ് നമ്മുടെ ഗെയിം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കട്ടിൽ നിന്ന് എണീക്കുകയാണ്. ഗ്രാനി തള്ളച്ച് നമ്മളെ അടിച്ച് ബോധം കെടുത്തി ഇവിടെ കട്ടുമൊക്കെ എടുത്തിരിക്കുന്നു. തള്ളച്ചിക്ക് പണി കൊടുക്കുകയാണ്, നല്ല പണി തന്നെ കൊടുക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്യൂർ എസ്കേപ്പാണ് ചെയ്തത്. ഇപ്രാവശ്യം നമ്മൾ ഡോർ അല്ലെങ്കിൽ കാറ്. ആദ്യം തന്നെ കാർ കീ കിട്ടിയിട്ടുണ്ട്. കാറിൻ്റെ കീ കിട്ടിയതുകൊണ്ട് നമുക്കിനി കാർ എസ്കേപ്പിനെ നടത്താം. അപ്പൊക്ക് തള്ളച്ചി വന്നിട്ടുണ്ട്. തള്ളച്ചിനെ ഒന്ന് ഒഴിവാക്കട്ടെ. തള്ളച്ചി ഇവിടെ എന്തായാലും വരും, അത് നമുക്കറിയാം. തള്ളച്ചി അങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ നേരെ താഴേക്ക് അങ്ങ് പോവുകയാണ്, മറ്റേ ബാത്റൂമിൽ. എൻ്റെ അപ്പം കാറക്കി എടുത്തിട്ട് ഡിക്കി വഴി തുറക്കാം. അതിൻ്റെ മുമ്പ് നമുക്ക് ഇവിടെ നിൽക്കാമെന്ന് ഗ്രാനി തള്ളച്ചിനൊന്ന് ഒഴിവാക്കിട്ട്, ഗ്രാനി തള്ളച്ചിനെ എന്നിട്ട് നമുക്ക് ഇവിടെ ചാവി ഇട്ടിട്ട് നമുക്ക് ഡൈവേർട്ട് ചെയ്യാം. എന്നാൽ നമുക്ക് ഡിക്കി ഓർക്കാനൊരു സമയം കിട്ടും. അല്ലെങ്കിൽ തള്ളച്ചി അത് തരൂല, സമയം തരൂല ഗൈസ്. കാർ ബാറ്ററി ഇടുന്നുണ്ട്, എന്നിട്ട് നമുക്ക് എടുക്കാം. പിന്നെ കാർ എടുത്തിട്ടുണ്ട് ഗൈസ്. ഡിക്കിൻ്റെ നമ്മൾ ചാവി ഇട്ടിട്ടുണ്ട്. വെപ്പൺ കീ ആണ് ഡിക്കീൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയത്. ഇപ്പം എന്തായാലും തള്ളച്ചി വരും. തള്ളച്ചീനെ ഇവിടെ എത്തിക്കാൻ ഇവിടെ ചാവി ഇടാം. എന്നിട്ട് ആടത്തേക്ക് തള്ളച്ചീനെ പറഞ്ഞേക്കാം. എന്നിട്ട് ഇങ്ങോട്ടേക്ക് പോവുക. എന്നിട്ട് വെപ്പൺ എടുക്കുക, ഒന്ന് പുട്ടും കടലിൽ കൊടുക്കുക ഗൈസ്. അങ്ങനെ അവിടെ വെപ്പൺ കിട്ടിയിട്ടുണ്ട്, ക്രോസ് ബോ ഗൈസ്. അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യണം. പിന്നെ ഏതെങ്കിലും എസ്കേപ്പ് നടത്തണം, ഡോർ അല്ലെങ്കിൽ കാറ്. ഇപ്പം നമ്മൾ കാർ നടത്തിയെങ്കിൽ അടുത്ത വീഡിയോ ഡോറിലേക്ക് ഗൈസ്. ഇവിടെ നിന്ന് ഒന്നുമില്ല ഗൈസ്. ഇവിടെ മറ്റേ വിഞ്ച് ഹാൻഡിലുണ്ട്, നമുക്കത് എടുക്കാം ഗൈസ്. ഗ്രാൻഡ് തള്ളച്ചി ഇടുണ്ടാ എന്നറിയില്ല. തള്ളച്ചി വരുന്നുണ്ടെന്നോ ഇല്ലാന്ന് തോന്നുന്നു. തള്ളച്ചി വരുന്നുണ്ടെങ്കിൽ പോയി വന്നാട്ടെ, ഷൂട്ട് ചെയ്യണം. തള്ളച്ചി 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 അവിടെ തള്ളച്ചി വരുന്നുണ്ടാ? ഒന്നുകൂടി വിളിക്കണ? പെട്ടീൻ്റെ ഒച്ച കെട്ടിക്ക് ബാടെ പൂശിയിട്ട് വേണം വേറെ പണിയെല്ലാം നോക്കാൻ. എടേ നിങ്ങൾക്ക് ഇന്നെ പൂശണം, ഉദ്ഘാടനം ചെയ്തിട്ട് ഇതിനെ കൊണ്ട് ഗൈസ്. ഇതിവിടെ വെടി കൊണ്ടിട്ട് ഇങ്ങനെ വരുന്നു. ആ പോയിക്കോളാം, ഇങ്ങോട്ടാ വന്നെങ്കിൽ. ആ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ ഇങ്ങോട്ട് പോവാം. ഇതിനെക്കൊണ്ട് 3 ഇതാണ് ഉപയോഗം. ഒന്ന് ഗ്രാനിനെ അടിച്ചു പൊട്ടിക്കൽ, ഒന്ന് ഈ ഡോർ ഉറക്കാൻ, ഒന്ന് സ്ക്രൂ ഡ്രൈവർ എടുക്കാൻ. ഇതെല്ലാം ഇതിൻ്റെ ഉപയോഗം ഗൈസ്. അങ്ങനെ നമ്മൾ വെടി വെക്കാൻ പോവുകയാണ്. വെടി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ സാധനം ഇടാം. എന്നിട്ട് നമുക്ക് ഇറച്ചി എടുക്കാം. നമ്മളെ ഫ്രഷ് മീറ്റാണ്. തള്ളച്ചി ഒരു 300 കൊല്ലം മുന്നേ ഇറച്ചി മുറിച്ചിട്ട് വെച്ചതാണ്. പറയാൻ പറ്റില്ല, പശുവിൻ്റെ തന്നെയാണെന്ന് പറയാൻ കഴിയില്ല. തള്ളച്ചി എൻ്റെ ഇപ്പോൾ വന്ന് പിടിച്ചാൽ പണി ചെയ്തു. തള്ളച്ചി എവിടെ ഉള്ളതെന്നൊക്കെ ആർക്കും അറിയില്ല. എനിക്കും അറിയില്ല, തള്ളച്ചിക്കും അറിയില്ല. ഞാനെവിടെ ഉള്ളതെന്ന് തള്ളച്ചിക്കും അറിയില്ല, തള്ളച്ചിക്ക് ഞാനെവിടെ ഉള്ളതെന്ന് അറിയില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇപ്പം എന്തായാലും തള്ളച്ചി ഇങ്ങോട്ട് വരും, കണക്കറിയാം. പക്ഷെ ഇതിൽ ഡേഞ്ചറാണ് ഇങ്ങനെയെല്ലാം പോകുന്നത്. അടി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. അവിടെ സാധനം ഇട്ടിട്ട് ഇങ്ങനെ പോകുമ്പോൾ നല്ല ചാൻസ് കൂടുതലാണ് ഗൈസ്. ഇവിടെ നമുക്ക് റിമോട്ട് ഉണ്ട്, അത് എടുത്തിട്ട് നേരെ ഈടിടാം. അപ്പോൾ തള്ളച്ചി ഇങ്ങോട്ട് വരും. നമുക്കപ്പോൾക്ക് ഞാനവിടെ എന്ത് കണ്ടില്ല, എന്താ കണ്ടത്?
ഗൈസ് ഇതുണ്ടെങ്കിൽ കണ്ടില്ല. ആ ഗൈസ് ഇവിടുത്തെ ഫ്രീസ് ഇതന്നെ നമുക്ക് കണ്ട് ഗൈസ്. പിന്നെ ഇവിടെ നിന്ന് ഉണ്ടാകാം. ഫ്രീസ് ചെയ്യുന്ന സാധനം ഓടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കവിടെ ഒരു പണി കൊടുക്കാം. തള്ളച്ചി എങ്ങോട്ടാ ഇങ്ങ് പോകുന്നേ? ഇങ്ങോട്ട് വാ തള്ളച്ചി, തള്ളച്ചി തള്ളച്ചി ഇങ്ങോട്ട് വാ തള്ളച്ചി. എന്താണ് ഇങ്ങനെ കളിക്കുന്നത്? കുറച്ചും കൂടി മുന്നേ, ഒരു ഇഞ്ച് മുന്നോട്ട് നടക്ക്. എന്തൊക്കെ കഷ്ടം. ഞാൻ എടുത്ത് തള്ളച്ചി ഇവിടെ പിന്നെ ഞാൻ ഫ്രീസായി പോവും. നമുക്ക് ഇവിടെ ഇടുന്ന പോലെ ആക്കാം ഗൈസ്. പൊട്ട് ഗൈസ്. തള്ളച്ചിൻ്റെ ഒരു ഹെഡ് ഷോട്ട് അടിക്കും. വേയോ ഇപ്പം തള്ളച്ചി വരൂ. തള്ളയാണ് ഓരോ പൊട്ടത്തരം ചെയ്യുന്നു. വേഗം ഇവിടെ പോയി കൊണ്ടിടുക. തള്ളച്ചി ഇപ്പം അപ്പുറത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്രാവശ്യം കറക്റ്റാണ്, അളവെല്ലാം കറക്റ്റാണ്. ഇനി നമുക്ക് ഇപ്പുറത്ത് പോയിട്ട് ഇനി ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇവിടെ ഇല്ല. ഇനി ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടിനി ഗൈസ്. ഇവിടെ വിഞ്ചി ഹാൻഡിലുണ്ട്. വിഞ്ചി ഹാൻഡിൽ എടുത്തിട്ട് നേരെ സ്ഥലം വിടാം. ഇനി ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ല. സൈഡിൽ തള്ളച്ചി നീ വന്നിട്ടില്ല. തള്ളച്ചി ഇങ്ങോട്ട് തള്ളച്ചി അവിടെ കള്ളി ഇങ്ങോട്ട് വേഗം പാടെ. തള്ളച്ചി ആടെ നിൽക്കല്ല, എന്താ ഞാനിടുന്നുണ്ട്. തള്ളച്ചി അടുത്തേക്കാ പോകുന്നു ഗൈസ്. വിഞ്ചാൻ്റെ അടുത്തിട്ട് വേഗം കിണറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. വേഗം കിണറിൻ്റെ അടുത്തേക്ക് പോകണം. വീട് എന്തെങ്കിലും ഉണ്ടോ? വീട് കഴിഞ്ഞിട്ട് ഗൈസ് സ്പാർക്ക് പ്ലഗ് കിട്ടിയിട്ടുണ്ട്. കാർ എസ്കേപ്പ് ഉറപ്പ്. ബാറ്ററിയും കിട്ടി, കാർ പ്ലഗും കിട്ടി. ഇനി നമുക്ക് പാഡ്ലോക്ക് കീ വേണം, എൻജിൻ വേണം, ബ്രഞ്ച് വേണം. ഇത്രയും സാധനമേ വേണ്ടു. ഇത് നമ്മൾ തിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തള്ളച്ചിനെ പൂശി തന്നെ നല്ലത്. അല്ലെങ്കിൽ തിരിക്കുന്ന സമയത്ത് തള്ളച്ചി വന്നെങ്കിൽ പിന്നെ കഴിയില്ല. ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാർ സ്കേപ്പിന് എന്തെങ്കിലും കിട്ടിയാൽ മതിയെന്ന്. ഗൈസ് ഇതെന്താണ്? കാർ എൻജിന്. നമുക്കങ്ങനെ എൻജിൻ കിട്ടിയിട്ടുണ്ട്. ബാക്കി പാഡ്ലോക്കിയും ഗ്യാസ് ലിനിയും നേരത്തെ പറയാൻ മറന്നുപോയി. ഗ്യാസ് ലിനിയും പിന്നെന്താ വേണ്ട ഗൈസ്? ഞാൻ നേരത്തെ എന്തെങ്കിലും പറഞ്ഞല്ലോ. ബ്രഞ്ചും ഇതേ വേണ്ടു. പെട്രോൾ വേണം. പിന്നെ ആ പെട്രോളിൻ്റെ ആലോചിച്ചിട്ടില്ല ഗൈസ്. അതാണ്. ബാറ്ററി അങ്ങനെ എടുത്തിട്ടുണ്ട്. എൻജിൻ അവിടെ കൊണ്ടുവച്ച്, ബാറ്ററി അവിടെ കൊണ്ടുവച്ച്. ഇനി നമ്മുടെ സ്പാർക്ക് പ്ലഗ് അതും കൊണ്ടുവച്ച്. പിന്നെ ബ്രഞ്ചിട്ട് മുറിക്കുക ഗൈസ്. ഗ്രാനി വേക്കുന്നതുണ്ടായിന്, ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. ഗ്രാനി വേക്കുന്നതുണ്ടായിന്. മോനെ ഇന്നത് തള്ളച്ചീനെ കൊണ്ട് വല്ലാത്തൊരു ശല്യം തന്നെ. തള്ളച്ചീനെ ഞാൻ കണ്ടിട്ടില്ല. ഒച്ച വെക്കുന്നുണ്ട്, പക്ഷെ ഏടുന്നാന്ന് അറിയില്ല. നമുക്ക് തൊട്ട് വേക്കലുണ്ടായിന് ഗൈസ്. അവിടെ തള്ളച്ചി ഇങ്ങോട്ട് പാടാം. എനിക്ക് ഞാൻ ഇപ്പം ട്രാപ്പ് സെറ്റ് ചെയ്യേ. എടാ എന്തോടാ നീ ആടെന്തിനാടാ നിൽക്കുന്നു? ഇങ്ങോട്ട് വാ. ഗൈസ് വേഗം റിമോട്ട് എടുത്തിട്ട് വേഗം പോകാം. ആടെ തുറന്നു നോക്കാം ആടെ എന്തെങ്കിലും ഉണ്ടോ. ഇവിടെ വെറും പെപ്പർ സ്പ്രേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോഴത്തെ പോലെ പെപ്പർ സ്പ്രേ ഉള്ളൂ, വേറൊന്നുമില്ല. നമുക്ക് സ്പാർക്ക് പ്ലഗ് അടുക്ക്. അങ്ങനെ നമ്മൾ കാറിൻ്റെ എൻജിൻ്റെ ഭാഗം ഏകദേശം സെറ്റായിട്ടുണ്ട്. ബ്രഞ്ചിട്ട് മുറിക്കുക, എൻജിൻ്റെ ഭാഗം സെറ്റായി. സ്പാർക്ക് പ്ലഗ് ബ്രഞ്ചിട്ട് മുറുക്കാനേ ഉള്ളൂ ഇനി ഇടാം. ഇനി നമുക്ക് പെട്രോളും പാഡ്ലോക്കിയേ വേണ്ടു. ഇതിൻ്റെ ഉള്ളിൽ ഇതുണ്ട് വീൽ ക്രാങ്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. മറ്റേ സ്പൈഡർ മാമീൻ്റെ അടുത്ത് നമുക്ക് വീൽ ക്രാങ്ക് വേഗം സ്പൈഡർ മാമീൻ്റെ ഡോറിൻ്റെ അവിടെ ഇടാം. എന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ തപ്പാൻ പോവാം. ഇവിടെ ബുക്കുണ്ട് ഗൈസ്. ബുക്ക് അങ്ങനെ മുറിച്ചിട്ടുണ്ട്. ബുക്ക് വേഗം
ഇപ്പം തള്ളച്ചി എണീച്ചോന്ന് അറിയില്ല. ബുക്ക് നമുക്ക് വേഗം അവിടെ ഇട്ടിട്ട് വരാം. ഗൈസ് ഇവിടെ ഫ്രഞ്ച് ഉണ്ട് ഗൈസ്. കാർ എസ്കേപ്പിന് ഒറ്റൊരു സാധനമേ വേണ്ടൂ. ഒറ്റൊരു സാധനം രണ്ട് സാധനം ഗ്യാസ് ഒഴിഞ്ഞും പാഡ്ലോക്ക് ചെയ്യും. തള്ളച്ചിയല്ലേ അവിടെ നിൽക്കുന്നത്? അത് തള്ളച്ചിയല്ലേ? തള്ളച്ചി ഇങ്ങോട്ട് വേണ്ട തള്ളച്ചി. തള്ളച്ചി കിൻ്റെ കണ്ണല്ല പേടി പോടെ. നമ്മൾ ഫ്രഞ്ച് എടുത്തിട്ട് നേരെ പോയിട്ട് ആ ഷെൽഫിൽ പോയി വിളിക്കുക. നമ്മൾ അടിക്കില്ല തള്ളച്ചി. തള്ളച്ചി ഞാൻ ഇങ്ങോട്ട് പോകുന്നല്ലേ, ഞാൻ ഒന്ന് രക്ഷപ്പെട്ട് പോയിക്കോട്ടെ. തള്ളച്ചിക്ക് എന്നോട് പിടിച്ചിട്ട് എന്താ കാര്യം? തള്ളച്ചി അങ്ങ് പോയി തോന്നുന്നു. ഇപ്പോൾ ഒച്ചൊന്നും കേൾക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ സ്ക്രൂ എല്ലാം അങ്ങ് ടൈറ്റ് ആക്കിയത് നെഞ്ചിൻ്റെ. ഇത് താഴെ ഇടുമ്പോൾ എന്തായാലും ഇതിൻ്റെ ഒച്ച കേൾക്കും ഗൈസ്. അങ്ങനെ നമ്മൾ എഞ്ചിൻ്റെ ഭാഗം എല്ലാം നമ്മൾ അങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടൊന്നുമില്ല. നമ്മൾ പെട്രോൾ അടിച്ചാൽ വണ്ടി ഓടും, പക്ഷേ തുറന്നിട്ട് പോകാൻ പാടില്ല. അത് മാത്രമേ ഉള്ളൂ. തള്ളച്ചി ഇപ്പം എന്തായാലും ഇങ്ങോട്ട് വരും. തള്ളച്ചി ഞാൻ വന്നോ? തള്ളച്ചി ഞങ്ങൾക്ക് കാത്തുക്കുന്ന തീരിച്ചല്ലേ? വന്നല്ല മലമാല പൊടി ഞാൻ പോയെന്ന് ഗൈസ്. എവിടെ കെണിയിടുന്ന വെച്ചെല്ലാം കൂടെ കേട്ടിനി. കെണിയിട്ടിന് എന്തൊക്കെ അറിയാം ഗൈസ്. നമ്മക്കും കെണിയുണ്ട്. ആ കെണി തള്ളച്ചിക്ക് പഠിപ്പിച്ചു കൊടുക്കാം ഗൈസ്. തള്ളച്ചി ഗൈസ്. തള്ളച്ചി നമ്മളെ വെറുതെ വിടാതെ പിന്തുടരുന്നുണ്ട് ഗൈസ്. ഞാൻ നേരെ ഇങ്ങോട്ട് പോയിട്ടുണ്ട്. എന്നിട്ട് ഗൈസ് ഇവിടെ എവിടെയും എൻ്റെ ഒരു ഉണ്ട വേണമില്ല. ഇവിടെ ഉണ്ട ഗൈസ്. നേരത്തെ ഞാൻ ഇവിടെ അടിച്ചിട്ടില്ലേ ഉണ്ട? കാണുന്നില്ല. ഗ്ലിച്ചടിച്ച് എവിടെ പോയിരുന്നു? ശുഭം ഗൈസ്. ഇവിടെ ഗ്ലിച്ചടിച്ച് പോയി ഗൈസ്. ഉണ്ട ആവശ്യത്തിന് ഉണ്ടൊന്നും കാണില്ല ഗൈസ്. ഇനി അടുത്തേക്ക് പോകുന്ന റിസ്ക്കാണ്. ഉണ്ടെടുക്കാൻ പോകുന്ന റിസ്ക്കാണ് കുറച്ച്. തള്ളച്ചി ആടെ തന്നെ കറങ്ങി കളിക്കുന്നതാണ്. ഈ ഇറച്ചിൻ്റെ ഒച്ച കേട്ടാൽ മതി. എടുക്കുന്നത് നല്ലോണം റിസ്ക്കാവും ഗൈസ്. ആടെ ഉണ്ടിയിട്ട് അപ്പോൾ നല്ലോണം റിസ്ക് കൂടി. അത് സാരില്ല. ഈ സാധനം നമുക്ക് ഇവിടെ ഇടാം. നമുക്ക് തള്ളച്ചി എന്തായാലും ഇങ്ങോട്ട് വരും. നമുക്ക് ഉണ്ടെടുത്തിട്ട് വരാം. ഉണ്ടാ ബുദ്ധി എങ്ങനെ ഉണ്ട്? തള്ളച്ചീൻ്റെ ഇതിൻ്റെ ഒച്ച കേട്ടിതാ അങ്ങോട്ടെത്തും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഉണ്ടെടുക്കാം. എന്നിട്ട് ഗൈസ് ഇവിടെ കെണിയിട്ടിട്ട് എന്തോ ഭാഗ്യട്ടാ ഗൈസ്. ഇപ്പം ആടെ അമ്മച്ചി വന്നിട്ടുണ്ടാവും. അമ്മച്ചി ആടെ വന്നിട്ടുണ്ടാവും. നമുക്കൊരു ഷൂട്ട് ചെയ്യാം. ആടെ അങ്ങ് നിന്നോളും അമ്മച്ചി അങ്ങ്. ഗൈസ് നമുക്ക് സ്ക്രൂ ഡ്രൈവർ തന്നെ എടുക്കാൻ പോകാം. സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ആളെ തുറന്നോ കായിൽ എന്താ ഉള്ളത് ഗൈസ്. അങ്ങനെ നമ്മൾ സ്ക്രൂ ഡ്രൈവർ തുറന്നിട്ടുണ്ട്. സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട്. തള്ളച്ചിയുടെ വൈമൂടിക്കുന്ന തള്ളച്ചി. ഈ തള്ളച്ചൊന്നും മാറിയട്ടെ. തള്ളച്ചിക്ക് കാലില്ല ഗൈസ്. പാവം തള്ളച്ചി. നൈറ്റ് ഇട്ടിട്ട് കാല് കാണിക്കാണ്ട് നടക്കുന്നു. അങ്ങനെ എയറിലോട്ടേ നടക്കുന്നു. സേഫ്റ്റി കിട്ടി ഗൈസ്. തള്ളച്ചി എണീച്ച് ഗൈസ്. തുറന്നു. ചെയിൻ കട്ടർ കിട്ടി ഗൈസ്. ചെയിൻ കട്ടർ ഇത് മേലെ കൊണ്ടിടാം. ഏറ്റവും മേലെ കൊണ്ടിടാം ഗൈസ്. നമ്മൾ മേലെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ചെയിൻ കട്ടർ ഇട്ടിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ബാത്റൂമിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം തള്ളച്ചി ഇങ്ങോട്ട് വരും ഗൈസ്. തള്ളയെ വന്നല്ല മനമാല. ഇങ്ങോട്ട് പോയപ്പോൾ വേഗം ഇങ്ങോട്ട് വേഗം നമ്മൾ താഴെ തുള്ളിയിട്ടുണ്ട്. ഇനി ഒരു ഐഡിയ ഇല്ല എന്താ ചെയ്യേണ്ടത്. തള്ളച്ചി നമ്മൾ ഒന്ന് പൂശിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുക. സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ആടിടാം. എനിക്കറിയാം ഗൈസ്. ഒരു ചെറിയ പണി എടുത്തിട്ട് വരുന്നത്. ഞാൻ സ്ക്രൂ ഡ്രൈവർ എടുക്കാനാണ് ശരിക്കും പോയത്. പക്ഷെ ചെറിയൊരു പണി എടുക്കണ്ടേ.
പണിയെടുക്കണം. ഇങ്ങോട്ട് ഏയ് തിരിച്ചു പോവല്ല, തിരിച്ചു പോവല്ല, തിരിച്ചു പോവല്ല മടിയ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ തള്ളച്ചി, തള്ളച്ചി തള്ളച്ചി. കുറച്ച് അടുത്ത് പോയി. ഡ്രോപ്പ് ചെയ്യട്ടെ സാധനം. അപ്പം ഇങ്ങോട്ടേക്കാണ് വരാം. അപ്പോൾ നമുക്ക് ആടുന്ന് ആ സാധനം എടുത്തിട്ട് കുറച്ച് മുന്നോട്ടാക്കിയിടാം. നല്ല മുന്നോട്ട് ഇറങ്ങും തന്നെ അങ്ങ് ചാട്ടി ഐസായിട്ട്. തള്ളച്ചി ഇങ്ങോട്ട് വേമ്പ കാത്തൊക്കെ തിരിച്ചിട്ടല്ലേ ഗൈസ്. സ്ക്രൂ ഡ്രൈവ് എടുത്തിട്ട് അതിലോട് തള്ളച്ചി വരുന്നുണ്ടോ എന്ന് നോക്കിയതാണ്. തള്ളച്ചി വരുന്നൊന്നും കണ്ടിട്ടില്ല. ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഈ അച്ച ഇട്ടിട്ടെങ്കിൽ തള്ളച്ചി പോ, തള്ളച്ചി വേഗം തള്ളച്ചി. വരുന്നുണ്ട്. ഗൈസ് നേരെ എന്നെ കണ്ടിട്ട് പൊടിക്കാൻ വന്നതാ. അയ്യോ പാവം തള്ളച്ചി. സ്ക്രൂ ഡ്രൈവ് എടുത്തിട്ട് നേരെ വീടിടാ ഗൈസ്. ഇപ്പോൾ അവിടെ സ്പൈഡർ കീ ആയിട്ടുണ്ടാവില്ലേ, സ്പൈഡർ കീ നമുക്കത് എടുക്കാൻ പോവാം. ആദ്യം പൊട്ടിക്കട്ടെ. നമുക്ക് സ്പെഷ്യൽ കീ അങ്ങനെ എടുത്തെടുക്കാം. നമ്മൾ നേരത്തെ പോകുമ്പോൾ കണ്ടിന് സ്പെഷ്യൽ കീ. ഇറച്ചി നമ്മൾ മേലെ കൊണ്ടിട്ടിന, അതുകൊണ്ട് ഓർമ്മയില്ല. ഇറച്ചി ആട് ഉണ്ട് എന്ന് തോന്നുന്നു. നല്ല 300 കൊല്ലം മുമ്പുള്ള ഇറച്ചിയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും മ്യൂസിയത്തിൽ വെക്കണമെങ്കിൽ പറഞ്ഞാൽ മതി ഗൈസ്. ഞാൻ ഇറച്ചിയിൽ കൊണ്ടിട്ടിനി. ഇതന്നെ ഞാൻ മറന്നു പോകും. അതാണ് ഗൈസ്, ഇറച്ചിയിൽ ഞാൻ ഇവിടെ കൊണ്ടിട്ടിനി. ഇറച്ചി എടുത്തിട്ട് വേഗം ഇവിടെ വെക്കണം. എന്നിട്ട് ഇവിടുന്ന് ഒറ്റ പോക്കാം. അല്ലെങ്കിൽ നമ്മളെ വണ്ടി പിടിക്കാൻ വരും. ഇപ്പോൾ ഇവിടുന്ന് ഈ ബേർഡ് സീഡ് എടുത്തിട്ടെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ മതിയേന്. ഒന്നും കിട്ടുന്നില്ല. നമുക്ക് ഗ്യാസിനും കിട്ടണം, ഗ്യാസിനും കിട്ടണം, പാളിലൊക്കെയും കിട്ടണം. ഈ 2 സാധനം കിട്ടിയാൽ നമുക്ക് കാർ എസ്കേപ്പ് ചെയ്യാൻ കഴിയും ഗൈസ്. തള്ളച്ചി തള്ളച്ചി മുന്നിൽ നിന്ന് ആക്രമിക്കുന്നതാണ്. ഇങ്ങനെ പിന്നിൽ ആക്രമിക്കാൻ പറ്റില്ല, മുന്നിൽ നിന്നും ആക്രമിക്കാൻ പറ്റില്ല. ആക്രമിക്കാനേ പാടില്ല. ഞാൻ ട്രാപ്പ് വെച്ചെടുത്ത് പെടുന്നല്ലേ തള്ളച്ചി, അല്ലാണ്ട് ഞാൻ എന്താ ചെയ്യുന്നു? ബേർഡ് സീഡ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇവിടെ നിന്നല്ലോ പോയിപ്പോൾ ഗൈസ്. ബേർഡ് സീഡ് എടുത്തിട്ട് നമുക്ക് അവിടെ പോയി കൊണ്ടിടാം. ഇറച്ചിക്കാണൊന്നും തട്ടല്ലേ. ഈടുന്നാന്ന് ഇറച്ചി അവിടെ മുറിച്ചിട്ട് കൊണ്ടുപോകും ഗൈസ്. റെസ്റ്റ് പാടിലോക്കി നമുക്ക് അതിനെപ്രാവശ്യം എസ്കേപ്പ് നടത്തിയതാണ് ഗൈസ്, സിവർ എസ്കേപ്പ്. അതുകൊണ്ട് അത് വേണ്ട. നമുക്ക് തള്ളച്ചിക്ക് ഒരു പണി കൊടുക്കുക. നമുക്ക് സ്പൈഡർ മാമീൻ്റെ അടുത്ത് പോകണം തോന്നും. അല്ലാണ്ട് ഒന്നും കളി നടക്കൂല. സ്പൈഡർ മാമീൻ്റെ അടുത്ത് തന്നെ പോകണം ഗൈസ്. തള്ളച്ചി ഈടെന്തെങ്കിലും ഉണ്ടോ നോക്കിയാലോ. ഈടൊന്നൊന്നുമില്ല. ഷോർട്ട് ഗണ്ണിൻ്റെ ഒരു പാർട്ടുണ്ട്, വേറെ ഒന്നുമില്ല ഇവിടെ ഗൈസ്. കണ്ട കാർ എസ്കേപ്പ് ചെയ്യാതെയൊന്നും തോന്നില്ല. ആണെങ്കിൽ ഡോർ എസ്കേപ്പ് നമുക്ക് ചെയ്താലോ. എൻ്റെ കാർ അടുത്ത വീഡിയോയിലിടാം. 2 സാധനമേ വേണ്ടു ഗൈസ്. ആകാം വീണ്ടും നമുക്കൊരു പണി കൊടുത്തിട്ട് നമുക്ക് പോകണമെന്നല്ല ഉണ്ട് ഗൈസ്. തള്ളച്ചിൻ്റെ മേലേന്ന് വരുന്നുണ്ടെങ്കിൽ ഗൈസ് ഞാൻ കണ്ടിട്ടില്ല. നമ്മളങ്ങനെ ഹെഡ് ഷോട്ട് അടിച്ചിട്ടുണ്ട്. ഡേ 2 ഇങ്ങനൊന്നും ഹെഡ് ഷോട്ട് അടിക്കരുത് തള്ളച്ചി, പാവല്ലേ ഞാൻ. എന്തിനാ ഹെഡ് ഷോട്ട് അടിക്കുന്നത്? ഹെഡ് ഷോട്ട് അടിക്കാൻ പാടില്ല ഗൈസ്. തള്ളച്ചിക്ക് ഞാൻ വലിയ പണി കൊടുക്കും. എൻ്റെ വണ്ടി പോകണ്ടാണ് തലക്കടിച്ച് ഗൈസ്. തള്ളച്ചി ബാ, തള്ളച്ചി ബാ. ഏടുന്നാന്ന് ഗൈസ്, ഏടുന്നാന്ന് തേടുത്താന്നപ്പാ ഗൈസ്. പിന്നീന്ന് ആക്രമിക്കാൻ പറ്റുമോ തള്ളച്ചി? ഞാൻ പറഞ്ഞിനി ബാക്കിൽ നിന്ന് മറ്റേ ആൾ ആക്രമിക്കുന്നു. ഇത് കള്ളക്കളിയാണേ തള്ളച്ചി. പിന്നിന് വേണ്ടി ആക്രമിക്കുന്നു. കണ്ടിട്ടില്ല. മുന്നിൽ വരണ്ടേ ഫുള്ള് കള്ളക്കളിയാണ് തള്ളച്ചി.
ഗൈസ് അങ്ങനെ ഡേ 3 ആയിട്ടുണ്ട്. എത്ര പെട്ടെന്ന് അത് പോന്ന് ഗൈസ്. ഇനി 2 ലൈഫേ നമുക്കുള്ളൂ. അതും ഇങ്ങനെ പൊട്ടത്തരം ചെയ്തും കാര്യം പോയി ഗൈസ്. ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. തള്ളച്ചിക്കിട്ട് പണി കൊടുക്കണം. ഞാൻ അങ്ങോട്ട് പോയി പണി മേടിക്കുന്ന പരിപാടിയില്ല ഗൈസ്. അവിടെ നീ ഇങ്ങോട്ട് പാടെ. ആ തള്ളച്ചീനെ അങ്ങനെ ഫ്രീസാക്കിയിട്ടുണ്ട്. മേലെ പോയി സ്പൈഡർമാമിൻ്റെ കീ എടുക്കും. എൻ്റെ താഴെ വരും സ്പൈഡർമാമിൻ്റെ കീ ഇടയിലും വീട് ചെക്ക് ചെയ്തിട്ട് ചിലപ്പോൾ വീടിനേറ്റോ പാഡിലൊക്കെ കിട്ടിയില്ലെങ്കിലോ ചിലപ്പോൾ ബിരിയാണി അടിച്ചാലോ. അതുകൊണ്ടാണ് സ്പൈഡറൊക്കെ കിട്ടിയിട്ടുണ്ട്. പറയാൻ പോയത് പോകണ്ടോ സ്നൈപ്പർക്ക് കിട്ടിയെന്ന് പറയാൻ പോയത്. സ്പൈഡർക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ സ്ക്രൂ ഡ്രൈവർ ഇട്ടിനില്ല. വീൽക്ക് റാങ്കിൽ ഇപ്പോൾ കാണുന്നുള്ളൂ. അവിടുത്തെ ഇതിൻ്റെ ഉള്ളിൽ പോയ ഗ്ലിച്ചടിച്ചിട്ട് അയാളുടെ സ്ക്രൂ ഡ്രൈവർ ഇട്ടിനുണ്ടാ. സ്ക്രൂ ഡ്രൈവർ കാണുന്നില്ല. കളിയിലും പോയി ഗൈസ്. ഗെയിംസ് റീസ്റ്റാർട്ട് അടിക്കണമെന്ന് ചോദിച്ചപ്പോൾ തന്നെ സ്ക്രൂ ഡ്രൈവർ ആടെ ഉണ്ടായി ഗൈസ്. ഇത് മാത്രം ഉള്ളിൽ ഇടാൻ കഴിയുന്നില്ലല്ലോ. ഇത് കഴിയുമ്പോൾ പിടിച്ചിട്ട് പോകണം തോന്നും ഗൈസ്. പോകുന്നില്ല. ഇത് ഇപ്പം തള്ളച്ചി വരും ഗൈസ്. ഞാൻ ഇടാൻ നോക്കുന്നുണ്ട് പക്ഷെ പോകുന്നില്ല ഗൈസ്. നേരെ നമുക്ക് പോകാം. വീടെന്താ ഉള്ളത്? ബത്തക്ക 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 ഗൈസ്. അങ്ങനെ പുറത്തേക്ക് പോവുകയാണ് ഗൈസ്. ഇതെന്താ ഇതാക്കാൻ കഴിയത്തെ? ആ ഇപ്പാന്ന് പോയേ. ബത്തക്ക മുറിക്കുക. ഇതിനുള്ളിൽ എന്താണെന്നൊന്നും അറിയില്ല. നല്ല സാധനം കിട്ടണമെന്ന് വിചാരിച്ചപ്പോൾ മാസ്റ്റർ കീ ഗൈസ്. നമുക്ക് ഡോർ സ്കേപ്പ് നടത്തിയാലോ. എല്ലാം ആയി. മാസ്റ്റർ കീ ആയി. ഇനി പാഡ്ലോക്കിയേ കിട്ടാനുള്ളൂ. മാസ്റ്റർ കീ ആയി. ഹാമറും ആയിട്ടില്ല. ഒന്നും ആയിട്ടില്ല. ചെറുതായിട്ട് പാടി ഒന്നും ആയിട്ടില്ല ചുരുക്കത്തിൽ. ഞാൻ എല്ലാം ആയിന്ന് വിചാരിച്ച. കാറിനെ 14 ആയിന്. കാറിൻ്റെ 2 സാധനവും അത്രയേ ഉള്ളൂ. നമുക്ക് നേരെ സ്പൈഡർമാമിൻ്റെ അടുത്ത് തന്നെ പോകാണ്ട് വൈകില്ല ഗൈസ്. സ്പൈഡർമാമിൻ്റെ അടുത്ത് തന്നെ പോകുമ്പോൾ ഇവിടെ നിന്നൊന്നുമില്ല. ഈ വീട്ടിന് മേലെ എല്ലായിടത്തും അമ്മ ചെക്ക് ചെയ്തിരുന്നു. നമുക്ക് ഇതാടിടാം ഗൈസ്. ഇത് സ്ക്രൂ ഡ്രൈവർ ഏടി പോകുന്നില്ലല്ലോ. നമുക്ക് സ്ക്രൂ ഡ്രൈവർ കൈമ പിടിച്ചിട്ട് തന്നെ പോവാം. ഇവിടെ എന്തെങ്കിലും ഉണ്ടാ? ഇല്ല. സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് താഴെ സ്ക്രൂ ഡ്രൈവർ ഇടുക. സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് വീൽ ക്രാങ്ക് എടുത്തിട്ട് പോയിട്ട് അവിടെ വെക്കണം. വീൽ ക്രാങ്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. നേരെ പോയി വെക്കാം. വീൽ ക്രാങ്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അങ്ങോട്ട് പോയ സമയം നോക്കി നമുക്ക് ഈ റൂമിൽ കയറാം. റൂമിൽ നമുക്ക് മുട്ടിയിട്ടിട്ടുണ്ട്. ഹാമർ രണ്ടും മലയാളം ഇംഗ്ലീഷാണ് പറഞ്ഞത്. ഹാമർ എടുത്തിട്ട് നമുക്ക് കാറിൻ്റെ അവിടെ പോയി കൊണ്ടിടാം. കൊണ്ടിട്ടിട്ട് ഹാമർ അവിടെ വീണിട്ടുണ്ട്. ഇപ്പോൾ തള്ളച്ച് ഇങ്ങോട്ട് വരും. അവിടെ വീണിട്ടില്ല. ഗ്ലിച്ചടിച്ച് വീട്ടുന്നില്ല. ഇതും അങ്ങനെ മാറിയിട്ടുണ്ട്. താഴേക്ക് പോയി പിന്നെ ഈ ഉള്ളിലേക്ക് കയറാൻ കഴിയില്ല. സ്ക്രൂ ഡ്രൈവർ എടുക്കുക. എനിക്ക് നേരെ പോവാം. ഇവിടെ സ്പൈഡർമാൻ ഗൈസ്. സ്പൈഡർമാനിൽ ജസ്റ്റ് മിസ്. സ്പൈഡർമാനിൻ്റെ കാല് ഗൈസ്. നേരെ ഓടിപ്പോവാ. അപ്പുറത്തെ വെയിലോട്ടേ പോകുന്നു. നേരെ ഓടിപ്പോയിട്ട് ഇവിടെ ഇതാക്കുക ഗൈസ്. 4 സ്ക്രൂ കഴിച്ചാൽ നമുക്ക് ഇവിടുന്ന് കിട്ടുക. പോകി ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റായ സാധനമായിരിക്കും നമുക്ക് കാർ എസ്കേപ്പ് എടുത്താൽ. അതുകൊണ്ട് നമുക്ക് ആടെ എവിടെയും കൊണ്ടിടാം. 24 സ്ക്രൂ ഡ്രൈവർ എത്തിയിട്ട് അവിടെ സ്ക്രൂ ഡ്രൈവറിൻ്റെ ആവശ്യമില്ലെങ്കിൽ ഇല്ലേ. കോവിയിൽ നമുക്ക് അവിടെ കൊണ്ടിടാം.
അടുത്ത പോകുവിൽ എവിടെയൊന്നും ഉണ്ടാക്കില്ല. കള്ളച്ചീൻ്റെ രച്ച പോലെ കേൾക്കുന്നില്ലേ? ഇല്ല അമ്മ കണ്ട് സ്പൈഡർമാനിൽ ഒച്ച പോലെ കേൾക്കുന്നുണ്ട് പറഞ്ഞ് എവിടത്തേക്കാ പോകുന്നു എവിടെയുണ്ട് ചെറുങ്ങനെ കണ്ടാൽ മതി. കാല് കണ്ടടാ അമ്പടം പിടിച്ച് അടുത്തേക്ക് പോയേ. ഞാൻ പോയിട്ട് ലിഫ്റ്റിൽ പോട്ടെ. എന്നാലും ഇപ്പം അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല. അപ്പം നമുക്ക് ലിഫ്റ്റിൽ പോവാം. ലിഫ്റ്റിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ എല്ലാം ചെക്ക് ചെയ്യണം. പ്ലേ ഹൗസ്ക്ക് അതിന് നമുക്ക് ഇതേടെയും കൊണ്ടുവരണം. അതായത് നമുക്ക് അടുത്ത സാധനം എടുക്കാൻ കഴിയും. പ്ലേ ഹൗസ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേടെയും കൊണ്ടുവരണം. ലിഫ്റ്റിൽ ഞാൻ ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ ഇവിടെ ചെക്ക് ചെയ്യണമെന്ന് വിചാരിച്ച് അങ്ങനെ ഇവിടെ ചെക്ക് ചെയ്തതാണ്. ലിഫ്റ്റ് ഇതേടത്തേക്ക് പോകുന്നു നോക്കണം. റിസ്ക്കാണ്. ഏതേക്ക് പോയ ജസ്റ്റ് ഇവിടെ ഞാൻ അങ്ങനെ നോക്കിയിട്ടുണ്ട്. സ്പൈഡർമാൻ വരുന്നുണ്ട് എന്ന് തോന്നുന്നു. സ്പൈഡർമാൻ വരുന്നുണ്ട്. ഹായ് പോട് എന്തില്ല പോട് എനിക്ക് പിടിക്കാനൊന്നും കഴിയില്ല. പോടടേ ഇതെങ്ങനെ പോകാണ്ട് മേസിയുടെ പ്ലേ ഹൗസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്ത് ഇതാക്കണം ഗൈസ്. എനിക്ക് ഗ്യാസ് ഇതെല്ലാം കിട്ടണം. കാണുന്നൊക്കെ കിട്ടണം. പക്ഷേ ഇതിൻ്റെ ഉള്ളോട്ട് ഞാൻ നൈസിൽ പോയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ നിന്നേ പോവാം ലിഫ്റ്റിലേക്ക്. ഇത് എങ്ങോട്ടേക്കാണ് പോവാം ഗൈസ്? ഞാൻ നേരെ ഇതിൻ്റെ ബാക്കിൽ നിന്നേ പോകും. എൻ്റെ വഴിയൊന്ന് തിരിച്ചു വിടും ഇട്ട്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ പോയി വിളിക്കുക. സിവർ എസ്കേപ്പ് സ്ഥലത്ത് പോയിട്ട് വിളിക്കുക. എന്നിട്ട് ഇവിടുന്ന് എന്തായാലും ഇപ്പോൾ പോയിട്ടുണ്ടാവും. നമുക്ക് ഈ ലിഫ്റ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് മേലെ പോവാം. എന്നിട്ട് ലിഫ്റ്റ് മേലെ പോയിട്ട് നമ്പറൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഗസ് ചെയ്യുന്നതിന് എന്താണെന്നറിയില്ല. 1 or 2 എന്നറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം പോയി പൊട്ടിത്തെറിച്ചിട്ട് ചത്താൽ കഴിഞ്ഞ പ്രാവശ്യം ലൈഫ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ലൈഫില്ല. പക്ഷെ ഇപ്രാവശ്യം ഞാൻ തുറന്ന പട്ട് കറക്റ്റാണ്. പിന്നെ നമുക്ക് കട്ടിംഗ് പ്ലെയർ ആവശ്യമില്ല. കാരണം നമുക്ക് ചെയിൻ കട്ടർ ഇട്ടിനി ആ കട്ടിംഗ് പ്ലെയറായിട്ട് ഉപയോഗിക്കാം. പിന്നെ കഷ്ടപ്പെട്ട് കൊണ്ടുപോകാനൊന്നും പാടില്ല. അത് അടുത്തൊക്കെ നിന്നോട്ട് ചെയിൻ കട്ടർ കിട്ടിയ സ്ഥിതിക്ക് നമുക്കിനി അത് ആവശ്യമില്ല കട്ടിംഗ് പ്ലെയർ. നമുക്കിനി കാറിൻ്റെ അവിടെ കീഴിട്ട് സാധനം എടുത്ത് പോകണം. എസ്കേപ്പ് ആകാനായി 3ാമത്തെ ദിവസമാണ്. എല്ലാം റിസ്ക്കാണ്. ക്യാമറ എടുത്ത് നേരെ പോകുന്ന മണ്ടത്തരാണ്. റിസ്ക് എടുത്തിട്ടൊന്നും പോകേണ്ടത് ആവശ്യമില്ല. പക്ഷേ പോകണം. തള്ളച്ചിക്ക് ഒരു പണിയും കൂടി കൊടുക്കുകയാണ്. തള്ളച്ചി വാ തള്ളച്ചി ഇവിടെ വരും തോന്നുന്നു. തള്ളച്ചി ഈടത്തേക്കല്ലാലും പോകണ്ടേ? ഈടെ അല്ലാലും മുട്ടിയടിക്കുന്നത് ഇപ്പുറത്തല്ലേ. കുട്ടീനെ കൊണ്ട് കളി വേ തുറക്കുക. ഞാൻ ഇറച്ചി കണ്ടാലും ഉണ്ടി കിട്ടീന്. ഇവിടെ ഇതാവശ്യമില്ലാത്തതാണ്. ഞാനിവിടെ പെട്ട്. ഇപ്പം തള്ളച്ചി ഇങ്ങോട്ട് വരും. എന്താ ചെയ്യുക? തള്ളച്ചി കണ്ട് ഞാൻ ഈടൊന്നും പോവില്ല കൈസ്. വല്ലാത്ത ശല്യമാണ് തള്ളച്ചി. തള്ളച്ചി പ്ലീസ്. എൻ്റെ വെപ്പണായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പം അടിച്ച് തെറിപ്പിക്കും. ഈ വെപ്പൺ ഗെയിമിലില്ല. അതുകൊണ്ടല്ലേ തള്ളച്ചി ഒന്ന് തള്ളച്ചി. ഹാമറൊക്കെ തലക്കടിക്കാൻ കഴിയോ ഗൈസ്? തള്ളച്ചി പോയിരുന്നു ഗൈസ്. പലകേൻ്റെ ഒച്ച കേട്ട് എന്തായാലും വരും. പലകേൻ്റെ ഒച്ച കേട്ട് ഗൈസ്. പലകേൻ്റെ ഒച്ച കേട്ടിട്ട് വന്നിട്ട് നോക്കി. പോട്
പൊടിപ്പൊടേ എടാ പുൽസു ഗൈസ് പോയിന്ന് തോന്നു. പോയിന്ന് പ്രതീക്ഷയിൽ പോയിന്ന് തോന്നട്ടാ ഗൈസ്. ഗൈസ് പോയിട്ടില്ല, ഇത് പോയിട്ടില്ല. ഇത് ഇവിടെ തന്നെ ഉണ്ടായി. താഴെ പോയി. താഴെ എന്തിനാടാ പോയേ? താഴെ പോക്കില്ലല്ലോ അങ്ങനെ. ഗൈസ് തള്ളച്ചി പോയി തന്ന്. നമുക്കിനി നേരെ സ്പീഡിൽ പോവാ. തള്ളച്ചി ഇവിടെ കറങ്ങി കളിക്കുന്ന അതുകൊണ്ടാ സ്പീഡിൽ പോവാ. തള്ളച്ചി പോയെന്ന് തോന്നട്ടാ. കീനാലോ ഗൈസ്, തള്ളച്ചി കീനെന്ന് തോന്നുന്നു ഗൈസ്. ഗൈസ് തള്ളച്ചി പോയിട്ടില്ല ഗൈസ്. ഹെഡ് ഷോട്ട് വീണ്ടും അടിച്ച്. ആടെ നമ്മളെയും കാത്തിട്ട് വാതിൽ കടന്ന് നിന്നിനി ഒളിച്ചിട്ട് കള്ളത്തി. ഇങ്ങനെയല്ല പറ്റിക്കണ ഗൈസ്. ഡേ 4 ആയി ഗൈസ്. ഡേ 4 ആയി ഗൈസ്. ഇനിയിപ്പോൾ എസ്കേപ്പ് ആകാൻ കഴിയില്ലാന്ന് തോന്നുന്നു. കാർ എസ്കേപ്പ്. ഡേ 4 ആയി. നമുക്കൊരു ലൈഫേ ഉള്ളൂ. പിന്നെ ഇതും കൂടി ചത്ത പിന്നെ ഇതില്ല, ലൈഫേ ഇല്ല. ഡേ 5 ഗൈസ്. ബായി പോയി ചെന്ന് കൊടുത്ത്. ലാസ്റ്റ് ഡേ 5th ഡേ. എസ്കേപ്പ് ആകാൻ കഴിയില്ല ഗൈസ്. എസ്കേപ്പ് ആകാൻ കഴിയില്ല. 5th ഡേ ആണ്. ഇതിൽ തന്നെ ഇതാ ലാസ്റ്റ് ഡേ. ആകാൻ കഴിയില്ല ഗൈസ്. എന്താ അവസ്ഥയെ നോക്കണേ. ഇത്രമ്പരെത്തിച്ചിന് 2 സാധനമാണ്. പാഡ്ലോക്കിയും മറ്റേ ഗ്യാസ് വിളിഞ്ഞു. പാഡ്ലോക്കി ഗ്യാസ് വിളിഞ്ഞ് മതി, പാഡ്ലോക്കിയും മതി ഗൈസ്. ഇനി നല്ല നോക്കിയിട്ടേ പോകുന്നുള്ളൂ ഗൈസ്. ഞാൻ തന്നെ ഇട്ട ട്രാപ്പ് ഞാൻ തന്നെ കണ്ടിട്ടില്ല. ഫ്രീസായി. ഇപ്പം തള്ളച്ചി വന്ന് അടിച്ചാൽ ഗെയിം ഓവറാവും. തള്ളച്ചി വരാണ്ടൊക്കെ പ്രാർത്ഥിക്കുക ഗൈസ്. തള്ളച്ചി വന്നിട്ടില്ല. ഇവിടെ വിളിച്ചു എന്നെ പിടിച്ചെങ്കിൽ നേരിച്ചാ. എനിക്കിനി ഒരു ലൈഫ് പോലും ഇല്ല. ഹാമർ പോയിട്ട് എടുത്തിട്ട് നേരെ തുറക്കട്ട്. ഹാമർ എടുത്തിട്ട് അന്ന് ഈടുന്നെല്ലാം അടിച്ച് പൂശീനി നേരെ പോയി തുറക്കും. ഒന്ന് അമ്മച്ചീനെ പൊട്ടിക്കണം. അമ്മച്ചീനെ പൊട്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ആവശ്യമില്ല. നമുക്ക് ഡോറിൻ്റെ എല്ലാം ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് പോവാം. പിന്നെ അപ്പം ആവശ്യം വരാന്ന് പറയാൻ കഴിയില്ല. ചിലപ്പോൾ ഒരു എസ്കേപ്പ് നടത്താൻ കഴിയില്ലെങ്കിൽ അതെങ്കിൽ ചെയ്തിട്ട് നമുക്ക് രക്ഷപ്പെടാമല്ലോ. അല്ലെങ്കിൽ ഞാൻ സിവറിനെ ചെയ്ത് കളി. സിവറിൻ്റെ എല്ലാം ആയിനി. റെസ്റ്റി പാളിലൊക്കെ ആയിനി. ചെയിൻ കട്ടർ ആയിനി. പിന്നെ വുഡനും കിട്ടീനി. മറ്റേ ബഡിയും കിട്ടീനി. പിന്നെ എന്താ വേണ്ടേ എല്ലാം ആയിനി. ഞാലേക്ക് സിവർ എസ്കേപ്പ് ചെയ്തോളി. പിന്നൊന്നും ചെയ്യാൻ കഴിയില്ല. ഗൈസ് ഇവിടെ ഗ്യാസ് ഉണ്ട്. പിന്നെ ഒറ്റൊരു സാധനമേ വേണ്ടു. പാടിലോക്കി ഗൈസ് എല്ലാം കിട്ടി. ഈ ഉണക്ക പാടിലോക്കി മാത്രം കിട്ടിയിട്ടില്ല. എന്താ ഗ്യാസിനും പേര് ഇടുണ്ട് ഗൈസ്. എന്താ അവസ്ഥ നോക്കാം ഗൈസ്. ഗ്രാനി തള്ളച്ചിയാണ് ഈ വരുന്നുണ്ട്. എന്താ ഇപ്പോഴും ട്രാപ്പായിട്ടുള്ളത്. ഷോക്ക് അടിച്ചിട്ട് തള്ളച്ചി ഒന്ന് തള്ളച്ചി. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പോടി തള്ളച്ചി. പണി തന്നേനല്ലേ ഇങ്ങനെ പ്രതികാരം വീട്ടില്ല. തള്ളച്ചി തള്ളച്ചി. തള്ളച്ചി ഏറ്റവും താഴെ പോയിട്ടാ. ഞാൻ മറ്റേ ഇതിട്ടെന്ന് കണ്ടിട്ട് മറ്റേ എന്തൊരു സാധനം ഇട്ടിട്ടില്ല. കൊകുവേലി അത് ഒച്ച ഇട്ടിട്ട് താഴെ പോയിന്. ഇങ്ങനത്തെ പൊട്ടത്തിന് ഞാൻ മേലെ കണ്ടി. എന്നെ മേലെ കണ്ടി. ഞാൻ ഇവിടെ വീണ്ടും ഒളിച്ചിട്ടുണ്ട്. ഇനി താഴേക്ക് ഞാൻ സാധനം ഇടുന്നില്ല. പിന്നെ താഴെ വന്ന് നിൽക്കുന്ന ആളി പിന്നെ ഞാൻ അവിടെ പെടും. ലാസ്റ്റ് ദിവസമാണ് ഗൈസ്. അങ്ങനെ നമുക്ക് ഗ്യാസൊന്നും കിട്ടിയിട്ടുണ്ട്. തള്ളച്ചി വരാൻ കാത്തൊക്കെയാണ് ഗൈസ്. തള്ളച്ചി അങ്ങനെ വന്നിട്ടുണ്ട്. പാളിലോക്കി മാത്രം കിട്ടിയിട്ടില്ല ഗൈസ്. അത് മാത്രം കുഴപ്പമുള്ളൂ. ഗ്യാസിനും കിട്ടിയിട്ടുണ്ട്. അതിനൊക്കെ വീണ്ടും ഒന്ന് പൂശണം. പൂശിയിട്ട് പെട്രോൾ അവിടെ ഉപയോഗിക്കാം ഗൈസ്. ഇത് കുറച്ച് അടുത്തായ പോലെ തോന്നുന്നുണ്ട്.
കുറച്ച് മുന്നോട്ടാക്കി ഇട്ട് ഇപ്പോൾ സെറ്റാണ്. ഇനി വന്നോ തള്ളച്ചി, കുറച്ച് സെറ്റാണ്. ആടെ നിൽക്കരുത്, മുന്നോട്ട് കുറച്ച്. ഗൈസ് തള്ളച്ചി അങ്ങനെ ഐസും കട്ടായിട്ടുണ്ട്. ഗ്യാസ് അമർത്തിൽ കാറിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. ഗൈസ് പെട്രോളെല്ലാം ഊറ്റിയെടുത്തിട്ട് ആർക്കും വിറ്റെന്ന് തോന്നുന്നു ഗൈസ്. ഗ്രാനി ഓക്കെ, ഒരു തുള്ളി പെട്രോൾ പോലും ഇതില്ല. പെട്രോൾ ഒഴിച്ചിട്ടുണ്ട്. പാടിലോക്കി ഗൈസ് തീർന്നപ്പോൾ കോഗി വീലെടുത്തിട്ട് പ്ലേ ഹൗസിൻ്റെ മുന്നിലിടാൻ പോയെന്ന്. കോഗി വീലെടുത്ത് പ്ലേ ഹൗസിന് മുന്നിലിട്ടാൽ മറ്റേ പ്ലേ ഹൗസ് കീ എടുത്തിട്ട് തുറക്കുമ്പോൾ എളുപ്പമാണ് അതിലിടാൻ. ഞങ്ങൾ ജനൽ തുറന്നിട്ട് വീടെത്തിയിട്ടുണ്ട്. ഞാനായിട്ടാണെങ്കിൽ ശരിക്കും മതിലങ്ങ് തുള്ളിയിട്ട് പോകും. ഇത്ര കഷ്ടപ്പെടുന്നില്ല. മതിൽ ആരെ പ്ലേയേഴ്സിനെ വില കയറാം, മതിലുള്ള പോവുക. അവിടെ കറണ്ട് വേലി കെട്ടിയില്ലെങ്കിൽ മേത്ത് കയറ എന്താ കറണ്ട് കമ്പി തൊടാണ്ട് പോയാൽ പോരെ. ഈ മതിലിന്മേൽ ചുറ്റിയ കറണ്ട് കമ്പി തൊടാണ്ട് പോയാൽ പോരെ ഗൈസ്. കേട്ടാ ഡോറിൻ്റെ പാഡ്ലോക്ക് ഇതുവരെ കിട്ടി. പാഡ്ലോക്ക് കോഡ് നമുക്ക് ഡോർ എസ്കേപ്പ് നടത്താം, പക്ഷെ അപ്പോൾ കാർ എസ്കേപ്പ് നടത്തുമെന്ന് ഇപ്പോൾ ഉറപ്പിച്ച് വാശി കയറി ഈഗോ അടിച്ച് ഗ്രാനിൻ്റെ അടുത്ത്. ഗ്രാനി നമ്മളെ 5th ഡേ വരെ എത്തിച്ചുള്ളത്. അത് ചറ പറയുന്നു ഡെഡായി ചറവായി നമ്മളെ ഹെഡ്ഷോട്ട് അടിച്ചേ. അതിങ്ങനെ ശ്രദ്ധിക്കണം. ഡേ 1 പിന്നെ നമ്മൾ നല്ലോണം കളിച്ചിട്ടുള്ളൂ. ഡേ 2 പോയത് നമുക്ക് എങ്ങനെയെന്ന് പോലും അറിയില്ല. ആ സാധനം എടുത്ത് മറ്റേ ആ ക്രോസ് ബോ എടുത്ത് ആണെന്ന് തള്ളച്ചിനെ വിളിക്കുമ്പോൾ ബാക്കിൽ നിന്ന് അടിച്ച്. ഡേ 3 പിന്നെ നമ്മൾ ഹാമർ എടുത്ത് വരുമ്പോൾ അടിച്ച്. ഡേ 4 ആണെങ്കിൽ ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് വരാൻ നോക്കിയത്. അപ്പോൾ ഇങ്ങനെ കയറി വന്ന് അടിച്ച്. എങ്ങനെയാണ് പോയതുപോലെ അറിയില്ല. ഇപ്പം നമ്മൾ തള്ളച്ചിനെ പൂശിയിട്ടുണ്ട്. പ്ലേ ഹൗസ് കീ എടുത്തിട്ട് തുറന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേഗം ഇതെടുത്തിട്ട് വരണം. എന്താ എടുക്കണ്ടേ? മറ്റേ കോഗുവേലി സാധനത്തിൻ്റെ പേരെല്ലാം മറന്നോ. കോഗുവേലി എടുക്കണം. തള്ളച്ചി എണീച്ചെന്ന് തോന്നട്ടാ. തള്ളച്ചിനവിടെ കാണാനില്ലല്ലോ. തള്ളച്ചി എണീച്ചിട്ടില്ല. ഞാൻ കണ്ടിന് എണീച്ചിട്ടില്ല. അവിടെ മയക്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ എണീക്കുന്നതിന് മുമ്പായി പാടിലൊക്കെ എടുത്ത് വീണ്ടും പൂശണ്ടേ, എന്നാൽ ഒരു സമാധാനം ഉണ്ടാവും. ലാസ്റ്റ് 5th ഡേ ആണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, എല്ലാവരും ലൈക്കും ചെയ്യണം. 5th ഡേ ആണ്. 5th ഡേ ലാസ്റ്റ് ദിവസമാണ് ഗൈസ്. ഞാൻ ബെല്ലടിച്ചാൽ ഇങ്ങോട്ടേക്കാണ് വരാം, അതുകൊണ്ട് കുഴപ്പമില്ല. നേരെ നമുക്ക് പാഡ്ലോക്കി കിട്ടി ഗൈസ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഇപ്പം ശ്രദ്ധിച്ചൊക്കെ കഴിയുമ്പോൾ പാഡ്ലോക്കിയാണ്. അതിനോട് നമുക്ക് പാഡ്ലോക്കി കിട്ടി ഗൈസ്. മീൻസ് തള്ളച്ചിയല്ലേ ഇപ്പം മേലോട്ടേക്ക് പോയേ. തള്ളച്ചിനെ നൈറ്റ് കണ്ടിന്യൂ തോന്നും. നൈറ്റ് ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ പോയി നിന്നാലോ, അല്ലെങ്കിൽ 2 കൽപ്പിച്ച് അപ്പുറത്തെ ഗുഹയിൽ പോയി കയറാം ഗൈസ്. റിസ്ക് എടുക്കാൻ ഞാനില്ല. ഒരിക്കും കൂടി അടിച്ചാൽ പിന്നെ ഞാൻ ഡെഡാവും. ഇതിട്ടിട്ട് കാത്തിക്കാം തള്ളച്ചി സമയമില്ല. വേയോ അതിൻ്റെ മേലെ കയറി. കറക്റ്റ് അതിൻ്റെ മേലെ കയറിയെന്നല്ല. പാളൊക്കെ എടുത്തിട്ട് കാർക്കി എടുക്കുക, വണ്ടി സ്റ്റാർട്ടാക്കുക, പോവാ. അത്രയേ ഉള്ളൂ ഗൈസ്. നമ്മൾ ലാസ്റ്റ് ദിവസമാണ് എസ്കേപ്പ് ആകുന്നത്. ഫുൾ പൊട്ടത്തരം കാണിച്ചിട്ടാണ് ലാസ്റ്റ് ദിവസമാണ് എസ്കേപ്പ് ആകുന്നത് ഗൈസ്. തള്ളച്ചിക്ക് കുറേ പണിയും കൊടുത്തിട്ടെല്ലാം പോകും ഗൈസ്. വണ്ടീൻ്റെ ഉള്ളിൽ കയറാങ്ങനില്ലല്ലോ ഗൈസ്. വണ്ടീൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. റിവേഴ്സ് എടുത്ത് ഫോർവേഡ് എടുത്ത് റിവേഴ്സ് എടുത്ത് എസ്കേപ്പ് ഇടുന്നു ഗൈസ്. തള്ളച്ചി ടാറ്റാ, ബൈ. അങ്ങനെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.